ഹലോ, എല്ലാവർക്കും എൻ്റെ ചെറിയ അടുക്കളയിലേക്ക് ഒരു വലിയ സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് തേങ്ങ വറുത്തരച്ച് ചെമ്മീൻ കറി വെക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നിട്ടുള്ള ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇവിടെ ഞാൻ ഒരു കപ്പ് തേങ്ങയ്ക്ക് മുകളിൽ എടുത്തിട്ടുണ്ട്. ഒരു കപ്പും കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 കറിവേപ്പില, പിന്നെ ഒരു 6-7 അല്ലി കൊച്ചുള്ളി, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ കുരുമുളക് കുറച്ചും കൂടെ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊരു പാനിൽ വറുത്തെടുക്കണം. ഇപ്പോൾ വറുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് നേർപ്പിച്ച് അരിഞ്ഞെടുത്തിട്ട് വറുത്താൽ വേഗം മൂത്ത് കിട്ടും. മൂപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് മൂപ്പിക്കരുത്, തേങ്ങ കരിയത്തേ ഉള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ. അടുത്ത് നിന്ന് ക്ഷമയോടെ വറുത്തെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായി വരും. ചെമ്മീൻ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടി കുരുമുളകൊക്കെ ചേർത്ത് വറുത്തെടുക്കാം, നല്ലതായിരിക്കും. അടുത്ത് നിന്ന് തന്നെ നമ്മൾ വറുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇത് മൂത്ത് വരുന്നുണ്ട്, തേങ്ങ മൂത്ത് വരുന്നുണ്ട്. കുറച്ചും കൂടി ആകുമ്പോഴത്തേക്കും കറക്റ്റാവും. ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുണ്ട്, നന്നായിട്ട് ഒന്ന് മൂത്തിട്ടുണ്ട്. ആ ഉള്ളിയും കൂടെയൊക്കെ ഒന്ന് മൂത്താലും മതിയാവും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നേർപ്പിച്ചായിരുന്നെങ്കിൽ വേഗം ഉള്ളിയും കൂടെ വേഗം മൂത്തേനെ. ഇപ്പോൾ കറക്റ്റായി വന്നു. ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ പൊടിയും കൂടി ഒന്ന് മൂക്കുന്നത് വരെ കുറച്ചും കൂടെ ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് മൂപ്പിക്കണം. അപ്പോൾ പൊടി ഒന്ന് മൂത്ത് വരും. ലോ ഫ്ലെയിമിലിട്ട് വേണം പൊടി മൂപ്പിക്കാൻ, അല്ലെ വേഗം കരിയും. തേങ്ങ ഓൾറെഡി ചൂടല്ലേ, അപ്പം വേഗം കരിയും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ പൊടി മൂപ്പിക്കാനായിട്ട്. ഇപ്പോൾ പൊടിയും കൂടെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ആ അടുപ്പിൽ തന്നെ വെച്ചാൽ ആ ചൂടടിച്ചിട്ട് കരിയും. അപ്പം ഒന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ അവിടെ നിന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അരയ്ക്കുന്നത് മുമ്പ് നമ്മളിതേപോലെ മിക്സറിലിട്ട് ഇതൊന്ന് പൊടിക്കണം. വെള്ളം ചേർക്കാതെ പൊടിച്ചതിന് ശേഷമേ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഗ്രൈൻഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടും. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടും, ഒന്ന് പൊടിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കറിയുടെ പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ട് അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. നന്നായിട്ട് കറിവേപ്പില ചേർത്താൽ നല്ലതാണ്. അപ്പം കറിവേപ്പില ഒന്ന് വടുമ്പോൾ നമുക്ക് നീളത്തിലരിഞ്ഞ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം. തക്കാളി ഒപ്പം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. തക്കാളി വേഗം ഒന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി തക്കാളിയുടെ കൂടെ തന്നെ നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചെമ്മീനാണിത്. 1/2 കിലോ ചെമ്മീൻ നല്ലതായിട്ട് വൃത്തിയാക്കി വെച്ചേക്കുക, അതിട്ട് കൊടുക്കാം. ചെമ്മീൻ വേവിക്കുന്നതിന് മുമ്പ് മഞ്ഞൾപ്പൊടിയും കൂടി നമ്മളിപ്പോൾ ഓൾറെഡി ഇട്ടല്ലോ, ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ഒരു 1/2 ഗ്ലാസ് വെള്ളം, അത്രയും മാത്രം മതി. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ചെമ്മീന് വലിയ വേവൊന്നുമില്ല, 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് അത്യാവശ്യം വെന്ത് കിട്ടും. പിന്നെ ബാക്കി കറിയിലും കൂടെ കിടന്ന് വേകുമല്ലോ. ഇപ്പോൾ ഇത് തുറന്നപ്പോൾ ചെമ്മീനിൽ നിന്നുള്ള വെള്ളവും കൂടെ ഇറങ്ങും. അതും കൂടെ ഇറങ്ങിയിട്ടുണ്ട്, നല്ല മണവും ഉണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കണം. എന്നിട്ട് മിക്സി ഒന്ന് അതിനകത്ത് ബാക്കിയുള്ളത് ഒന്ന് വെള്ളം ചേർത്തൊന്ന് കലക്കി ബാക്കിയുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. അതിനകത്തോട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെയും ഉപ്പിട്ടിരുന്നു കുറച്ച്. അപ്പോൾ ഉപ്പ്, അതിനോടൊപ്പം തന്നെ കുടംപുളി
കുടംപുളി ഒരു 4 ഇതൾ കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ടിത് നമുക്കിനി ഒന്ന് അടച്ചു വെക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ കറി റെഡിയായി വരും. എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരം ഇട്ട് പറ്റിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞ് ചട്ടിയുടെ ചൂടിലൊക്കെ ഇരുന്ന് കറി ഒന്നും കൂടെ ഇരുന്നൊന്ന് കുറുകും. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.